ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിലബസിൽ ബൊറേവിയ ഡിഫ്യൂസ, ബിഗ്നോണിയ, ഡ്രസീന ഈ 3 പ്ലാന്റ്സിൻ്റെ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ആണ് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ബൊറേവിയ ഡിഫ്യൂസ. നമ്മൾ ബൊറേവിയ ഡിഫ്യൂസയുടെ സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ വസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 3 റിങ്സ് ആയിട്ടാണ്. 3 റിങ്സ് ആയിട്ടാണ് അവരുടെ വസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 റിങ്സ് ആയിട്ടാണ് വസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സെൻട്രലിൽ ഒരു റിങ് ഉണ്ട്, മിഡിൽ പോർഷനിൽ ഒരു റിങ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ റീജിയനിലും ഔട്ടറായിട്ടും ഒരു റിങ് ഉണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ റിങ്ങിൽ നമുക്ക് 2 വലിയ വസ്കുലാർ ബണ്ടിൽസ് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. സെൻട്രൽ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 വലിയ വസ്കുലർ ബണ്ടിൽസ് ആണുള്ളത്. ഇനി മിഡിൽ റിങ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 6 മുതൽ 14 വരെയുള്ള വസ്കുലാർ ബണ്ടിൽസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 6 മുതൽ 14 വരെ ഉള്ള വസ്കുലാർ ബണ്ടിൽസ് ആണ് മിഡിൽ റിങ്ങിൽ ഉള്ളത്. അതുപോലെ ഔട്ടർ റിങ്ങിൽ ഏകദേശം 16 അല്ലെങ്കിൽ 15 മുതൽ 20 വരെയുള്ള ചെറിയ ബണ്ടിൽസും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിലെ വസ്കുലാർ ബണ്ടിൽസിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ബൊറേവിയ ഡിഫ്യൂസയുടെ വസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജോയിൻറ്റ്, കൊളാട്രൽ, ഓപ്പൺ ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ കാമ്പിയം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്ത് നടക്കും അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പറയാനുള്ളത് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്, നമ്മുടെ ബൊറേവിയ ഡിഫ്യൂസയിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത് ഔട്ടർ വസ്കുലാർ ബണ്ടിൽസ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞു ഔട്ടർ റിങ് ഉണ്ട് വസ്കുലാർ ബണ്ടിൽ, അതിൽ ഏകദേശം 15 മുതൽ 20 വരെയുള്ള ചെറിയ വസ്കുലാർ ബണ്ടിൽസും ഉണ്ട്. ഇങ്ങനെ ഔട്ടർ വസ്കുലാർ ബണ്ടിൽസിൻ്റെ അതിലുള്ള കാമ്പിയൽ ആക്ടിവിറ്റി വഴിയാണ് ബൊറേവിയ ഡിഫ്യൂസയിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഔട്ടർ റിങ്ങിലുള്ള വസ്കുലാർ ബണ്ടിൽസിലുള്ള കാമ്പിയൽ ആക്ടിവിറ്റി വഴിയാണ് ബൊറേവിയ ഡിഫ്യൂസയിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. ഇനി നമുക്ക് നോർമലി സെക്കൻഡറി സ്ട്രക്ചർ, ഒരു നോർമൽ സ്റ്റെമ്മിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ എങ്ങനെയെന്ന് അറിയാമല്ലേ. അതായത് വസ്കുലാർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും. ഇപ്പം ഇവിടെ ജസ്റ്റ് ഒരു റഫായിട്ടൊരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ വസ്കുലാർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും. ഈ വസ്കുലാർ ബണ്ടിലുള്ള സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ കാമ്പിയം പ്രസൻ്റ് ആയിരിക്കും. ഇത്തരത്തിൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണുന്ന വസ്കുലാർ ബണ്ടിൽസ് നമ്മൾ എന്താ പറയുന്നത്? അതിനെ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം എന്നാണ് പറയുന്നത് അല്ലേ. അതായത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിലുള്ള കാമ്പിയത്തിനെ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം എന്നാണ് പറയുന്നത്. ഇനി 2 വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലുള്ള കാമ്പിയത്തിന് നമ്മൾ എന്ത് പറയും? 2 വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലുള്ള കാമ്പിയത്തിന് നമ്മൾ ഇൻ്റർഫെസിക്കുലാർ കാമ്പിയം എന്ന് പറയുന്നുണ്ട്. ഇതുവരെ വളരെ നോർമലി നടക്കുന്ന സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാണോ, അല്ലെങ്കിൽ കാമ്പിയം ഫോർമേഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മുടെ ബൊറേവിയയിൽ നടക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങളിലാണ് കുറച്ച് മാറ്റങ്ങളുള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിലുള്ള കാമ്പിയമാണ് ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. ഈ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം അകത്തേക്ക് സെക്കൻഡറി സൈലവും അതുപോലെ തന്നെ പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയവും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നോർമൽ ഒരു കാമ്പിയൽ ആക്ടിവിറ്റി എങ്ങനെയാണോ അതുപോലെ തന്നെ. ക്ലിയർ ആയാലോ? എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന കാമ്പിയമാണ് ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം. ഈ ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം അകത്തേക്ക് സെക്കൻഡറി സൈലവും പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യുന്നു, നോർമൽ ഒരു കാമ്പിയൽ ആക്ടിവിറ്റി പോലെ തന്നെ. പക്ഷേ ഇവിടെ ഇന്റർഫെസിക്കുലാർ കാമ്പിയം ഉണ്ടല്ലേ, അതായത് 2 വസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയിലുള്ള കാമ്പിയം, അതാണ് ഇന്റർഫെസിക്കുലാർ കാമ്പിയം. ഈ ഇന്റർഫെസിക്കുലാർ കാമ്പിയം അകത്തേക്ക് ലിഗ്നിഫൈഡ് കൺജക്റ്റീവ് ടിഷ്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി സൈലം അല്ല. ഇന്റർഫെസിക്കുലാർ കാമ്പിയം അകത്തേക്ക് ലിഗ്നിഫൈഡ് കൺജക്റ്റീവ് ടിഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് അവർ പുറത്തേക്ക് സെക്കൻഡറി പാരൻകൈമയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്ന ഒരു അനോമാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്റർഫെസിക്കുലാർ കാമ്പിയം എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഇത്തരത്തിൽ സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സെക്കൻഡറി ടിഷ്യൂസ്? നമ്മൾ പറഞ്ഞ അകത്തേക്ക് ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം സെക്കൻഡറി സൈലവും അതുപോലെ തന്നെ ഇന്റർഫെസിക്കുലാർ കാമ്പിയം അകത്തേക്ക് ലിഗ്നിഫൈഡ് കൺജക്റ്റീവ് ടിഷ്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രാഫെസിക്കുലാർ കാമ്പിയം പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയും ഇന്റർഫെസിക്കുലാർ കാമ്പിയം പുറത്തേക്ക് സെക്കൻഡറി പാരൻകൈമയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരാണ് ഈ സെക്കൻഡറി ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ സെക്കൻഡറി ടിഷ്യൂസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാമ്പിയം അതിൻ്റെ ഫങ്ഷനിങ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും.
ഓക്കെ, ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യും. ഇനി എന്ത് സംഭവിക്കും? ഇനി പുതിയ കാമ്പിയം ഫോം ചെയ്യാൻ പോവുകയാണ്. ഇനി പുതിയ കാമ്പിയം ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോം ചെയ്തിട്ടുള്ള സെക്കൻഡറി പാരൻകൈമ ഉണ്ടല്ലോ, അതായത് ഇന്റർഫെസിക്കുലർ കാമ്പിയം പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സെക്കൻഡറി പാരൻകൈമ, ഈ സെക്കൻഡറി പാരൻകൈമയും അതുപോലെ തന്നെ പെരിസൈക്കിളും കൂടി ചേർന്നിട്ടാണ് പുതിയ കാമ്പിയം ഫോം ചെയ്യുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് അക്സസറി കാമ്പിയം എന്ന് പറയുന്നു. ഓക്കെ, സെക്കൻഡറി പാരൻകൈമയും അതുപോലെ തന്നെ പെരിസൈക്കിളും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് കാമ്പിയമായിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് നമ്മൾ ഫസ്റ്റ് അക്സസറി കാമ്പിയം എന്ന് പറയുന്നു. ആൻഡ് ഈ ഫസ്റ്റ് അക്സസറി കാമ്പിയം വസ്കുലർ കാമ്പിയം എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഫങ്ഷൻ ചെയ്യുന്നു. സെക്കൻഡറി സൈലവും അതുപോലെ തന്നെ ലിഗ്നിഫൈഡ് ടിഷ്യൂസും അകത്തേക്കും സെക്കൻഡറി ഫ്ലോയവും സെക്കൻഡറി പാരൻകൈമയും പുറത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് അതൊരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ പ്രൈമറി ഫസ്റ്റ് അക്സസറി കാമ്പിയം അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ സെക്കൻഡറി അക്സസറി കാമ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതും ഇത്തരത്തിൽ സെക്കൻഡറി ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതും അതിൻ്റെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊറേവിയ ഡിഫ്യൂസേൻ്റെ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത്. സോ ബൊറേവിയ ഡിഫ്യൂസേൻ്റെ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ബിഗ്നോണിയയുടെ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ആണ്. അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ബിഗ്നോണിയ. നമ്മൾ ബൊറേവിയൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ സ്റ്റെമ്മാണെങ്കിലും വസ്കുലർ ബണ്ടിലാണെങ്കിലും കൺജോയിൻറ്റ് കൊളാറ്ററൽ ഓപ്പൺ ആണ്, അതായത് കാമ്പിയം പ്രസൻ്റ് ആണ്. ഇനി എന്താണ് ഇവരിലുള്ള അബ്നോർമൽ അല്ലെങ്കിൽ അനോമലസ് ആയിട്ടുള്ള കാര്യം എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ വസ്കുലർ ബണ്ടിൽസ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നോർമലായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാമ്പിയം അതിൻ്റെ 4 ഡയഗണൽ പോയിന്റ്സിൽ യൂണി ഡയറക്ഷണൽ ഡെവലപ്മെൻറ്റ് കാണിക്കാൻ തുടങ്ങും. ഓക്കെ, 4 ഡയഗണൽ പോയിന്റ്സിൽ മാത്രം യൂണി ഡയറക്ഷണലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാണിക്കാൻ തുടങ്ങും. ആൻഡ് ഈ 4 ഡയഗണൽ പോയിന്റ്സിലും സെക്കൻഡറി സൈലം വളരെ ചെറിയ എമൗണ്ടിലും സെക്കൻഡറി ഫ്ലോയും കുറേ എമൗണ്ടിലും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ലെസർ എമൗണ്ട് ഓഫ് സെക്കൻഡറി സൈലവും മോർ എമൗണ്ട് ഓഫ് സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. എവിടെ? ഈ 4 ഡയഗണൽ പോയിന്റ്സിൽ മാത്രം. ഇത്തരത്തിൽ ഈ 4 പോയിന്റ്സിൽ മാത്രം ഈ ഡെവലപ്മെൻറ്റ് കാണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ 4 ഡീപ്പ് ആൻഡ് ഇറഗുലർ വെഡ്ജസ് ഫോം ചെയ്യും. ഓക്കെ, ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ 4 ഡീപ്പ് ആൻഡ് ഇറഗുലർ വെഡ്ജസ് ഫോം ചെയ്യും. ഇതാണ് ബിഗ്നോണിയയിൽ കാണുന്ന അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊരു പ്രത്യേകത, നമ്മൾ പറഞ്ഞു 4 ഡയഗണൽ പോയിന്റ്സിൽ മാത്രമായിട്ടാണ്, കാമ്പിയത്തിൻ്റെ 4 ഡയഗണൽ പോയിന്റ്സിൽ മാത്രമായിട്ടാണ് ഡെവലപ്മെൻറ്റ് കാണിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ കാമ്പിയം ഒരു സ്പ്ലിറ്റ് കണ്ടീഷനിലായിരിക്കും കാണാനായിട്ട് പറ്റുക. അതായത് ഈ 4 പോയിന്റ്സിൽ നോക്കിക്കേ, ഈ 4 ഡയഗണൽ പോയിന്റ്സിലെ കാമ്പിയം എവിടെയാണ് കിടക്കുന്നത്? കുറച്ച് അകത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ബാക്കി റിമൈനിങ് കാമ്പിയം ഇത്തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പറയാനായിട്ട് പറ്റും ബിഗ്നോണിയയിൽ കാമ്പിയം ഒരു സ്പ്ലിറ്റ് കണ്ടീഷനിലാണുള്ളത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ബിഗ്നോണിയ കാണിക്കുന്ന അനോമലസ് സെക്കൻഡറി ഗ്രോത്ത്. അടുത്തത് ഡ്രസീന കാണിക്കുന്ന അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് എന്താണെന്നാണ്. നമുക്കറിയാം ഡ്രസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോകോട്ടാണല്ലേ, മോണോകോട്ടാണ്. നോർമലി മോണോകോട്ട്സിൽ എന്തില്ല, കാമ്പിയം കാണാനായിട്ട് പറ്റില്ല. അവർ ക്ലോസ്ഡ് വസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും, അവരിൽ കാമ്പിയം ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം എന്താണ് ഡ്രസീന കാണിക്കുന്ന അനോമലസ് ബിഹേവിയർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ കാമ്പിയം ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു കാമ്പിയത്തിൻ്റെ ഫോമേഷൻ തന്നെയാണ് ഡ്രസീനയിൽ കാണിക്കുന്ന അനോമാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ കാമ്പിയം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഡ്രസീനയുടെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ ഗ്രൗണ്ട് ടിഷ്യൂവിൽ ഒരുപാട് ഇത്തരത്തിൽ ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വസ്കുലർ ബണ്ടിൽസിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട് ടിഷ്യൂസ് മെരിസ്റ്റമാറ്റിക് ആവുകയാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, വസ്കുലർ ബണ്ടിൽസിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട് ടിഷ്യൂസ് ആദ്യം മെരിസ്റ്റമാറ്റിക് ആവും. ആൻഡ് അതെന്ത് ഫോം ചെയ്യും? സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റം ഫോം ചെയ്യും. മെരിസ്റ്റമാറ്റിക് ആയിട്ട് സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റം ഫോം ചെയ്യും. ഈ സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റമാണ് കാമ്പിയമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം വസ്കുലർ ബണ്ടിൽസിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട് ടിഷ്യൂസൊക്കെ മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. ഇവർ സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റമായിട്ട് മാറും. ഈ സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റമാണ് കാമ്പിയമായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി ഈ കാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്? ഇത്തരത്തിൽ ഫോം ചെയ്തിട്ടുള്ള കാമ്പിയം അകത്തേക്ക് പാരൻകൈമാറ്റസും അതുപോലെ തന്നെ പാർഷ്യലി വസ്കുലർ ഇനീഷ്യൽസും ഫോം ചെയ്യും. ഓക്കെ,
പാരൻകൈമാറ്റസ് സെൽസ് അതുപോലെ തന്നെ പാർഷ്യലി വസ്കുലാർ ഇനീഷ്യൽസ് ഫോം ചെയ്യും. ആൻഡ് വസ്കുലാർ ഇനീഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്കുലാർ ഇനീഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വസ്കുലാർ ടിഷ്യൂസായിട്ട് മാറാൻ പോകുന്ന കോശങ്ങളാണല്ലേ. വസ്കുലാർ ടിഷ്യൂസായിട്ട് മാറാൻ പോകുന്ന കോശങ്ങളാണ് ഈ വസ്കുലാർ ഇനീഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസ്കുലാർ ഇനീഷ്യൽസിന് കുറച്ച് ഡിവിഷൻസ് ഒക്കെ നടക്കും. ഒരു ആൻറ്റിക്ലൈനൽ, പെരിക്ലൈനൽ ആൻഡ് ഇറഗുലർ ആയിട്ടുള്ള കുറച്ച് ഡിവിഷൻസ് ഒക്കെ നടന്നിട്ട് ഈ വസ്കുലാർ ഇനീഷ്യൽസിലെ മുകളിൽ ഭാഗത്തുള്ള കോശങ്ങൾ സൈലമായിട്ട് മാറും. അതുപോലെ തന്നെ താഴ്ഭാഗത്തുള്ള കോശങ്ങൾ ഫ്ലോയമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് കാമ്പിയം അകത്തേക്ക് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള വസ്കുലാർ ഇനീഷ്യൽസ് വസ്കുലാർ ഇനീഷ്യൽസ് ഫോം ചെയ്യും. വസ്കുലാർ ഇനീഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വസ്കുലാർ ടിഷ്യൂസ് ആയിട്ട് മാറാൻ കഴിയുന്ന സെൽസിനെയാണ് വസ്കുലാർ ഇനീഷ്യൽസ് എന്ന് പറയുക. ഈ വസ്കുലാർ ഇനീഷ്യൽസിന് കുറച്ച് ഡിവിഷൻസ് ഒക്കെ നടന്നിട്ട്, എന്ത് ഡിവിഷനാണ്? ആൻറ്റിക്ലൈനൽ, പെരിക്ലൈനൽ, ഇറഗുലർ ഡിവിഷൻസ്. അത് ഇമ്പോർട്ടൻ്റ് അല്ല. കുറച്ച് ഡിവിഷൻസ് നടന്നിട്ട് അതിലത്തെ മുകളിലുള്ള പെരിഫറലായിട്ടുള്ള സെൽസ് സൈലമായിട്ട് മാറും. അകത്തുള്ള ഇന്നർ സെൽസ് അല്ലെങ്കിൽ താഴ്ഭാഗത്തുള്ള സെൽസ് ഫ്ലോയമായിട്ട് മാറും. ഇത്രയാണ് കാമ്പിയം ഉൾഭാഗത്തേക്ക് ഇന്നർ സൈഡിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി കാമ്പിയം പുറത്തേക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാമ്പിയം അതിൻ്റെ പുറം ഭാഗത്തേക്ക് പാരൻകൈമ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാരൻകൈമ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പാരൻകൈമ സെൽസിൽ ലിഗ്നിൻ ഡിപ്പോസിഷൻ ഉണ്ടായിരിക്കും. ലിഗ്നിൻ ഡിപ്പോസിഷൻ ഉണ്ടായിരിക്കും. ആൻഡ് അത് പിന്നീട് കൺജക്റ്റീവ് ടിഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയുമാണ് അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡ്രസീന. അപ്പം ഇന്ന് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.